അവതരിപ്പിക്കുന്നത്. ഇവിടെ കുറെ പ്രായം ചെന്ന മുത്തശ്ശിയും മുത്തശ്ശന്മാരും ഒക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ എന്നേക്കാളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് അറിവുകൾ അവർക്കുണ്ടായേക്കാം. അതിനാൽ ഞാൻ പറയുന്ന ഐതിഹ്യത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ആദ്യമേ പറയട്ടെ. നമ്മുടെ ആധ്യാത്മിക സംസ്കൃതിയുടെ ആധാരശില തന്നെയാണ് കളിയാട്ടങ്ങൾ. മനുഷ്യനെ സാമൂഹികമായി ഔന്നത്യത്തിലേക്ക് ഉയർത്തുന്ന ജീവിത ദർശനമാണ് കളിയാട്ടങ്ങൾ. ഗൃഹം, രാഷ്ട്രം, കുലം, ഭൂമി, പ്രപഞ്ചം എന്നിങ്ങനെയുള്ള വിശാലമായ സമൂഹങ്ങൾ നിലനിർത്തുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരുമ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനി ഞാൻ ഐതിഹ്യത്തിലേക്ക് കടക്കട്ടെ. പാണ്ഡവരുടെ വനവാസക്കാലത്ത് അർജുനൻ യുധിഷ്ഠിരനിൽ നിന്ന് മന്ത്രം സ്വീകരിച്ചു. യുധിഷ്ഠിരരുടെ നിർദ്ദേശപ്രകാരം അസ്ത്ര സമ്പാദനത്തിനായി അർജുനൻ വനത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് പിതാവായ ഇന്ദ്രനെ അർജുനൻ കാണുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ പരമശിവനെ പ്രത്യക്ഷനാക്കുവാൻ ഉദ്ദേശിച്ച് ഘോരമായ തപസ്സിൽ മുഴുകുകയും ചെയ്തു. അർജുനന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ പരമശിവൻ ഒരു കിരാതന്റെ രൂപത്തിൽ അവിടെ എത്തിച്ചേരുകയും അർജുനന്റെ തപസ് നോക്കി നിൽക്കുകയും ചെയ്തു. ആ സമയത്താണ് മൂകൻ എന്ന പേരായ ഒരസുരൻ വലിയൊരു കാട്ടുപന്നിയുടെ രൂപത്തിൽ അർജുനന് നേരെ ശക്തമായ തേറ്റ ഉയർത്തിക്കൊണ്ട് മണ്ണൊക്കെ കുത്തിയിളക്കി അർജുനന്റെ തപസ്സിന് തടസ്സമുണ്ടാക്കിയത്. അർജുനൻ ആ പന്നിക്കു നേരെ ഒരസ്ത്രം എയ്ത സമയത്തു തന്നെ പൊന്തക്കാട്ടിനുള്ളിൽ നിന്ന് പന്നിയുടെ മേൽ വേറൊരസ്ത്രവും തറച്ചു. അർജുനൻ ഇതാരാ വേറൊരസ്ത്രം എയ്തത് എന്ന് നോക്കുന്ന സമയത്ത് പൊന്തക്കാട്ടിനുള്ളിൽ നിന്ന് വലിയ ശബ്ദത്തോടെ ചെണ്ടയും മേളവും ഒക്കെയായി കാട്ടാളന്മാർ കൂകി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ യജമാനൻ അമ്പെയ്തിട്ട പന്നിയാണ്. അവിടെ വെച്ച് കാട്ടാളന്മാർ വലിയ ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങി. സഹികെട്ട അർജുനൻ അവർക്കു നേരെ ഒരസ്ത്രം പ്രയോഗിച്ച സമയത്താണ് കാട്ടിനകത്ത് കുറച്ചുയരത്തിൽ കുന്നിന്റെ മുകളിലായി ഒരു തേജോമയമായിട്ടുള്ള രൂപം നിൽക്കുന്നത് കണ്ടത്. കറുത്തു നീലിച്ച് ജടാമുടിയും താടിയുമൊക്കെ ആയിട്ട്, പിന്നെ മരവുരിയും പുൽത്തോലുമുടുത്ത് അമ്പുകുലച്ച് തീക്കട്ട പോലുള്ള കണ്ണോടുകൂടി ഒരാൾ. മരതകപ്പച്ച പോലെ നിറമുള്ള അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരു വിചിത്ര രൂപത്തിലുള്ള ഭാര്യയും ഭർത്താവും. അർജുനന്റെ മനസ്സിൽ ഒരു പുച്ഛഭാവം ഉണ്ടായി. ചേതനയേറ്റ പന്നിയുടെ നേരെ കിരാതൻ ചെന്നപ്പോൾ അർജുനൻ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഞാൻ എഴുതിട്ട പന്നിയാണ്, ഇതെനിക്ക് അവകാശപ്പെട്ടതാണ്. പിന്നീട് അവർ തമ്മിൽ വാഗ്വാദം നടന്നു. വാഗ്വാദം അവസാനം ചെന്നെത്തിയത് യുദ്ധത്തിലായിരുന്നു. ഈ കിരാതന്റെ അഹങ്കാരം അവസാനിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന ദൃഢനിശ്ചയത്തിലായിരുന്നു അർജുനൻ. അവർ തമ്മിൽ അസ്ത്രങ്ങൾ എഴുതുകൊണ്ടിരുന്നു. ഹേയ് മന്ദ, ഇനിയും അസ്ത്രം പ്രയോഗിക്കൂ എന്ന് കിരാതൻ പറഞ്ഞു. പിന്നീട് അർജുനൻ സർപ്പവിഷമടങ്ങിയ ശരങ്ങൾ പ്രയോഗിച്ചുവെങ്കിലും അതൊന്നും കിരാതനെ ബാധിച്ചില്ല. യാതൊരു മുറിവുമേൽക്കാതെ പർവ്വത തുല്യമായ ശരീരത്തോടെ അദ്ദേഹം നിന്നു. ഇത് കണ്ട് അർജുനൻ വിസ്മയഭരിതനായി. ആരായിരിക്കും ഈ കിരാതൻ എന്ന് അർജുനൻ ചിന്തിച്ചു. മർമ്മഭേരികളായ അസ്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും യാതൊരു മുറിവുമേൽക്കാതെ കിരാതൻ ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു. ഒടുവിൽ അർജുനന്റെ ആവനാഴിയിലെ ദിവ്യമായ അമ്പുകൾ കടിഞ്ഞുപോയി. തുടർന്ന് അർജുനൻ തന്റെ വില്ലായ ഗാണ്ഡീവം കൊണ്ട് കിരാതനെ അടിക്കുകയും ഞാണുകൊണ്ട് വലിക്കുകയും ഒക്കെ ചെയ്തു. കിരാതൻ വില്ലു പിടിച്ചു വാങ്ങി. അതോടെ വില്ലും അർജുനന് നഷ്ടമായി. തുടർന്ന് അർജുനൻ പർവ്വതപേരിയായ വാളെടുത്ത് കിരാതന്റെ ശിരസിൽ വെട്ടി. അർജുനന്റെ പരാക്രമം സഹിക്കുന്നതും അപ്പുറമായപ്പോൾ മഹാദേവൻ കോപാകുലനായി. തൃക്കണ്ണിൽ ഒരു പുകച്ചുരുളുണ്ട്. തൃക്കണ്ണ് തുറക്കുമോ എന്നൊരവസ്ഥയായപ്പോൾ പാർവതി അരികിൽ ചെന്ന് കയ്യിൽ പിടിച്ച് മുതുകു തലോടി. എന്നിട്ട് പറഞ്ഞു, നമ്മൾ അവനെ അനുഗ്രഹിക്കാനല്ലേ വന്നത്, അനുഗ്രഹിക്കാനുള്ള സമയമായിട്ടില്ല. മഹാദേവൻ പറഞ്ഞു. അർജുനൻ പിന്നെയും ഭഗവാന് നേരെ മല്ലയുദ്ധത്തിന് പാഞ്ഞെടുത്തു. മഹാദേവൻ അമ്പും വില്ലും അവിടെ ഇട്ട് അർജുനനെ വട്ടം പിടിച്ചു. ആദ്യത്തെ പിടിക്ക് തന്നെ അർജുനനെ ഒടിച്ചു മടക്കി കുറ്റിക്കാട്ടിലിരുന്നു. കുറ്റിക്കാട്ടിൽ ചെന്ന് അർജുനൻ വീണ് കുറച്ചു നേരം ബോധക്ഷയം വന്നിട്ടിരിക്കുമ്പോൾ മഹാദേവൻ പാർവതിയോടായിട്ട് പറഞ്ഞു, അവന്റെ മുഖത്ത് വെള്ളം തെളിപ്പിച്ചെഴുന്നേൽപ്പിക്കും. മഹാദേവന്റെ ആജ്ഞ അനുസരിച്ച് പാർവതി അർജുനന്റെ മുഖത്ത് വെള്ളം തെളിപ്പിച്ചെഴുന്നേൽപ്പിച്ചു. രോക്ഷവും സങ്കടവും സഹിക്കവയ്യാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കിരാതവേഷത്തിലുള്ള മഹാദേവനോടായി
അർജുനൻ പറഞ്ഞു, എന്റെ ശങ്കരൻ, എന്റെ മഹാദേവൻ നിനക്ക് ശിക്ഷ തരും. ഞാൻ അദ്ദേഹത്തെ പ്രത്യക്ഷാക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കാട്ടുപൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ശിവലിംഗത്തിൽ അർപ്പിച്ചു. പക്ഷേ അവിടെയുള്ള പൂക്കളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവനേതോ മായാവിയോ മന്ത്രവാദിയോ ആണെന്ന് പറഞ്ഞ് കിരാതനെ നോക്കുന്ന സമയത്ത് അർജുനൻ ശിവലിംഗത്തിൽ അർപ്പിച്ച പൂക്കളൊക്കെ കിരാതന്റെ ജടയിൽ കാണപ്പെട്ടു. ഇത് കണ്ടതോടെ അർജുനന് ബോധോദയമുണ്ടായി. പിന്നെ ശങ്കര എന്ന് വിളിച്ച് ഓടിപ്പോയി കൽക്കൽ വീണ് നമസ്കരിച്ചു. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിച്ചത് മഹാദേവ? അങ്ങേ ഞാൻ അടിച്ചു, അങ്ങയുമായിട്ട് യുദ്ധം ചെയ്തു. എന്തിനായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു മഹാപാപം ചെയ്യിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ വിലപിച്ചു. ശേഷം കരുണാമയനായിട്ടുള്ള മഹാദേവൻ പാശുപതാസ്ത്രം നൽകി. തുടർന്ന് കുറച്ചുകാലം പാർവതീ പരമേശ്വരന്മാർ കാട്ടിൽ വസിച്ചു. നാടും നഗരവും തോടും കാടുമെല്ലാം അവരുടെ സഞ്ചാരത്തിന് വിധേയമായി. അങ്ങനെ തികഞ്ഞ മാനസികോല്ലാസത്തിൽ കഴിയുമ്പോഴാണ് സുധാനദീ ജലോപാന്ത്രത്തിന്റെ നനഞ്ഞ മണൽത്തിട്ടയിൽ പിറന്ന പൊന്മകനാണ് വേട്ടക്കുരുമകൻ. അതിതേജസ്വിയായ അച്ഛന്റെ തനിപ്പകർപ്പ്. കണ്ടാൽ അച്ഛൻ തന്നെ. അങ്ങനൊരു കുഞ്ഞ്. ആ കുഞ്ഞിനെ രണ്ടുപേരും മനസ്സു നിറഞ്ഞ് അനുഗ്രഹിച്ചു. സർവശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് ഇരുവരും അവിടെ നിന്ന് അന്തർദാനം ചെയ്തു. പിന്നീട് കുഞ്ഞ് പാലിനു വേണ്ടി കാട്ടിൽ കിടന്ന് കരഞ്ഞു. കരച്ചിൽ കേട്ട് വനവാസികൾ അവിടെ എത്തി. കുഞ്ഞിനെയും എടുത്ത് അവർ അവരുടെ സങ്കേതത്തിലേക്ക് പോയി. പിന്നീടുള്ള അവന്റെ ജീവിതം കാട്ടാളന്മാർക്കൊപ്പമായിരുന്നു. ചെറുപ്പം തൊട്ടേ ആയുധപ്രയോഗത്തിൽ വലിയ താല്പര്യം കണ്ടപ്പോൾ വനവാസികൾ അവരുടെ രീതിയിൽ അസ്ത്രം പ്രയോഗിക്കുവാൻ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ആക്രമണ സ്വഭാവം അധികമായിരുന്നു അവന്. പിന്നീട് അവൻ പലർക്കു നേരെയും വികൃതി കാട്ടുവാൻ തുടങ്ങി. സഹിക്കാൻ പറ്റാത്ത വികൃതി. വികൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ ആരുടെ മേലും ഒന്ന് അമ്പു പ്രയോഗിച്ചു നോക്കുക, അവരെ ഒന്ന് ദ്രോഹിക്കുക, നാടൻ ഭാഷയെ പറഞ്ഞ വെക്കിട്ട് വരാം. ഇതായിരുന്നു അവന്റെ രീതി. അവനെ കൊണ്ട് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ശല്യം സഹിക്ക വയ്യാതായി. പിന്നീട് കാട്ടിൽ നിന്നിറങ്ങി അടുത്തുള്ള ഗ്രാമങ്ങളിൽ ചെന്നായി ഉപദ്രവങ്ങൾ. അങ്ങനെ അവന്റെ ഉപദ്രവം സഹിക്ക വയ്യാതായി. അതും പോരാതായപ്പോൾ മഹർഷിമാരെ പോലും യുദ്ധത്തിന് വെല്ലുവിളിച്ചു. അദ്ദേഹത്തിന്റെ ജയം വർദ്ധിക്കുന്നതനുസരിച്ച് അഹങ്കാരവും വർദ്ധിച്ചു വന്നു. അങ്ങനെ വേട്ടക്കുരുമകനെ എല്ലാവരും ഭയപ്പെടുന്ന ഒരവസ്ഥ എന്ന് വന്നപ്പോൾ ദേവന്മാർ ബ്രഹ്മദേവന്റെ അടുത്ത് പോയി സങ്കടം പറഞ്ഞു. മഹാദേവന്റെ മകനൊരുത്തൻ കാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ട്. അവനെ കൊണ്ട് നമ്മുടെ യാഗം മുടങ്ങി. നമുക്കൊന്നും കിട്ടാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് എന്തെങ്കിലും ചെയ്ത് സഹായിക്കണം. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, അത് വേണോ? ശിവന്റെ അടുത്ത് പോയിട്ട് ശിവന്റെ മകനെ കുറിച്ച് എങ്ങനെയാ പറയുക? എന്നാ അങ്ങ് ഒന്ന് പറയണം. നമ്മൾ പറയുന്നതിനേക്കാളും ഭേദമാണല്ലോ അങ്ങ് പറയുന്നത്. പിന്നീട് അവർ ബ്രഹ്മദേവനൊപ്പം ഭഗവാന്റെ അടുക്കലേക്ക് പോയി. എന്താ എല്ലാവരും കൂടി? മഹാദേവൻ ചോദിച്ചു. മകന്റെ വികൃതി അല്പം കൂടുന്നു. ആർക്കും വഴി നടക്കുവാൻ കഴിയുന്നില്ല, ബ്രഹ്മദേവൻ പറഞ്ഞു. മഹാദേവൻ ഒന്നും വേണ്ടിയില്ല, ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോൾ തന്നെ ദേവന്മാർക്ക് കാര്യം മനസ്സിലായി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന്. അവർ മഹാദേവനെ താണുമടങ്ങി നേരെ മഹാവിഷ്ണുവിന്റെ അടുക്കലേക്ക് പോയി. മഹാവിഷ്ണുവിന്റെ അടുത്തെത്തി കാര്യം ധരിപ്പിച്ചപ്പോൾ ഇങ്ങോട്ടൊരു മറുചോദ്യം. എനിക്ക് അങ്ങനെ ഒരു മരുമകനുണ്ടോ? എന്നാ അവനെ ഒന്ന് കാണണല്ലോ. അപ്പോൾ ബ്രഹ്മാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മരുമകനൊക്കെ ശരി തന്നെ, അടുക്കാൻ പറ്റില്ല. നിങ്ങൾ പോയാ നിങ്ങളെ തന്നെ യുദ്ധത്തിന് വിളിക്കും. അതാണ് അവസ്ഥ. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം, മഹാവിഷ്ണു പറഞ്ഞു. പിന്നീട് മഹാവിഷ്ണു ഒരു കാട്ടാള വേഷം ധരിച്ച് കാട്ടിനകത്തെത്തി. ഒരു വൈഷ്ണവ കാട്ടാളൻ കയ്യിൽ അതിദിവ്യമായിട്ടുള്ള സുദർശന ചക്രത്തെ ആവാഹിച്ച് രത്നങ്ങളൊക്കെ പതിപ്പിച്ച ഒരു പൊൻചുരിക കയ്യിലിട്ട് കറക്കിക്കൊണ്ട് മഹാവിഷ്ണു കാട്ടിനകത്തേക്ക് ചെന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ദൂരെ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് മഹാവിഷ്ണു നോക്കി. അധികം പ്രായമില്ല, ഒരു 10-18 വയസ്സേ ഉള്ളൂ. ദിവ്യ തേജസ്സോട് കൂടിയ മുഖം. അവൻ മഹാവിഷ്ണുവിന്റെ അടുക്കലേക്ക് ചെന്ന് ചുരിക കറക്കുന്നത് നോക്കി നിന്നു. എന്താ ഇത് വേണോ എന്ന് മഹാവിഷ്ണു ചോദിച്ചു.
ഒരു മടിയും കൂടാതെ വേണമെന്ന മറുപടിയായിരുന്നു അപ്പോഴുണ്ടായത്. തരുമൊക്കെ ചെയ്യാം, പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഇത് പൊന്നിന്റെ ചുരുകിയ, ഇത് വളരെ വിശേഷപ്പെട്ട ചുരുകിയ, ഇത് അരയിലും വെക്കരുത്, താഴത്തും വെക്കരുത്. അങ്ങനെ സാധിക്കുമെങ്കിൽ തരാം. ഇത് അരയിലും വെക്കില്ല, താഴത്തും വെക്കില്ല എന്ന് പറഞ്ഞ് വേട്ടക്കുരുമകൻ സത്യം ചെയ്ത് വലതു കൈയിലെ അമ്പും വില്ലും ഇടത്തെ കൈയിൽ പിടിച്ച് ഇടത് കൈ കൊണ്ട് പൊൻചുരിക വാങ്ങി. അങ്ങനെ പൊൻചുരിക വാങ്ങി അതിന്റെ ഭംഗിയൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് ഓർത്തത്, ഈ പൊൻചുരിക അരയിലും വെക്കരുത്, താഴത്തും വെക്കില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്തു പോയല്ലോ. ഇനി എങ്ങനെ യുദ്ധം ചെയ്യും? അങ്ങനെ വേട്ടക്കുരുമകൻ ഓർത്തു നിൽക്കുമ്പോഴാണ് മഹാവിഷ്ണു തന്റെ ശരിയായ രൂപമായ ചതുർബാഹു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്റെ അമ്മാവനാണ്. നിനക്ക് സകല അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നിന്റെ പിതാവ് സാക്ഷാൽ മഹാദേവനും മാതാവ് ശ്രീപാർവതിയുമാണ്. ഇത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നത് ഒരു പ്രത്യേക തരം ആയുധമാണ്. ഇത് നിനക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. കാരണം നിന്നെ കാണുന്ന മാത്രയിൽ ദുഷ്ടന്മാർ ഓടി രക്ഷപ്പെട്ടു കളയും. അതുകൊണ്ട് നീ സർവർക്കും രക്ഷകനായിട്ടിരിക്കുക. നിനക്കിരിക്കുവാനായി ഞാൻ ഒരു സ്ഥലം പറഞ്ഞു തരാം. ഇവിടെ നിന്ന് നേരെ തെക്കോട്ടേക്ക് പോവുക. അവിടെ എന്റെ അവതാരമായ പരശുരാമൻ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ച കേരളം എന്നൊരു നാടുണ്ട്. അവിടെ നീ കുടിയിരിക്കുക. പിന്നെ പോകുന്നതിനു മുൻപ് കൈലാസത്തിൽ ചെന്ന് നിന്റെ മാതാപിതാക്കളായ മഹാദേവനെയും പാർവതിയെയും കണ്ടു വന്ദിച്ച് അനുവാദം വാങ്ങിയിട്ട് പോവുക. അത്രയും പറഞ്ഞ് മഹാവിഷ്ണു അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. പിന്നീട് വേട്ടക്കുരുമകൻ കൈലാസത്തിലെത്തി. അവിടെ തന്റെ സഹോദരങ്ങളായ മുരുകനും ഗണപതിയും ഒക്കെ ഉണ്ടായിരുന്നു. വേട്ടക്കുരുമകൻ എല്ലാവരെയും നമസ്കരിച്ച് അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങി കേരളത്തിലേക്ക് യാത്രയായി. മഹാവിഷ്ണു പറഞ്ഞു കൊടുത്ത വഴി മനസ്സിൽ ധ്യാനിച്ച് കാടുകളും മലകളും പുഴകളും നാടുകളുമെല്ലാം താണ്ടി കേരളത്തിലെത്തി. നമ്പുമലക്കോട്ടയിലാണ് ആദ്യം എത്തിയത്. അങ്ങനെ യാത്ര ചെയ്യവേ പോകുന്ന വഴിയിലുള്ള പന്നിയമ്പിൽ ഇല്ലത്തേക്ക് ഒരു ബ്രാഹ്മണ വേഷത്തിൽ വേട്ടക്കുരുമകൻ ചെന്നു. തകർന്നടിഞ്ഞ കൽപ്പടവുകൾ കയറി മുറ്റത്തെത്തിയപ്പോൾ ഒരു മുഷിഞ്ഞ വേഷത്തിൽ ഒരു സ്ത്രീയും കുഞ്ഞും ഇരിപ്പുണ്ടായിരുന്നു. മുറ്റത്ത് കണ്ട ആളോടായി സ്ത്രീ ചോദിച്ചു, നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? അപ്പോൾ വേട്ടക്കുരുമകൻ പറഞ്ഞു, ഞാനൊരു വഴിപോക്കനാ. എന്തെങ്കിലും ഭക്ഷിക്കുവാൻ കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ എന്താ തരിക? കുറച്ച് പാലിരിപ്പുണ്ട്, അത് തരട്ടെ. ദയനീയ ഭാവത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ വേട്ടക്കുരുമകൻ പറഞ്ഞു, സാരമില്ല, അതായാലും മതി. മറുപടി കേട്ടതും സ്ത്രീ അകത്തു ചെന്ന് ഒരു കിണ്ടി പാലും എടുത്തുകൊണ്ടുവന്ന് ബ്രാഹ്മണന് കൊടുത്തു. കിണ്ടിയിലുള്ള പാല് കുടിച്ച ശേഷം ബ്രാഹ്മണൻ തിരികെ പോകുവാൻ നേരം അവരോടായി പറഞ്ഞു, ഇനി ഇവിടെ ഒരു കാലത്തും ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കട്ടെ. കൽപ്പടവുകൾ ഇറങ്ങിപ്പോകുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് ബ്രാഹ്മണ വേഷത്തിൽ വന്നത് വേട്ടക്കുരുമകനാണ് എന്ന്. പിന്നീട് പന്നിയമ്പില്ലത്ത് ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നീട് അവിടെ നിന്ന് വേട്ടക്കുരുമകൻ കുറുമ്പ്ര നാട്ടിലെത്തുകയും ബാലുശ്ശേരിക്കോട്ടയിലെ പ്രസിദ്ധമായ കാരക്കുറത്തറവാട്ടിലെ നായ സ്ത്രീയെ കല്യാണം കഴിച്ച് താമസം തുടങ്ങി. ആ ബന്ധത്തിൽ അവർക്കൊരു കുട്ടി ജനിക്കുകയും ചെയ്തു. കാരക്കുറത്തറവാട്ടുകാരുടെ സ്വന്തമായിരുന്ന ബാലുശ്ശേരിക്കോട്ട കൂറുംബ്രാതിരിമാർ അന്യായമായി കൈയടക്കി വെച്ചിരുന്നു. പോരാളിയായ വേട്ടക്കുരുമകൻ ആവശ്യപ്പെട്ടപ്പോൾ കൂറുംബ്രാതിരിമാർ കോട്ട വിട്ടുകൊടുക്കുവാൻ തീരുമാനിച്ചു. എങ്കിലും വേട്ടക്കുരുമകനെ പരീക്ഷിക്കുവാൻ കൂറുംബ്രാതിരി നാടുനീളെ നിരവധി തടസ്സങ്ങൾ വെച്ചു. തന്റെ 7 വയസ്സ് മാത്രമുള്ള കാരക്കുറക്കിടാവിന്റെ മുൻകൈയെ പിടിച്ച് 4 കടവും കടക്കാതെ, ചീനവേലി പൊളിക്കാതെ, ആരും മുള്ളും തറയ്ക്കാതെ, കോട്ടപ്പടി വാതിൽ പൊളിക്കാതെ കൂറുംബ്രാതിരിയുടെ മുന്നിലെത്തി. അഗ്നി കൂട്ടി അതിന്റെ മധ്യത്തിൽ 44 മുഴമുള്ള നാഗൻ തെക്കൻ ചേല വെച്ച് ചേലയും ചുരികമാല ചേറുമാറെടുത്തുകെട്ടി കൂറുംബ്രാതിരി ചിമ്മിയ കണ്ണു തുറക്കും മുൻപേ കിടാവിനെ കൊണ്ട് 21,600 തേങ്ങയും പിടുപിടേ പൊട്ടിച്ച കുളന്തേഞ്ഞ കാലസ്വരൂപൻ, കടത്തനാട്ടിൽ 8 ഇല്ലം വാണോരും 10 ഇല്ലം വാണോരും 36 കുറുപ്പന്മാരും 3000 നായന്മാരും സൽക്കരിച്ച അഭിമാന്യ പ്രഭുവാണ് ശ്രീ വേട്ടക്കുരുമകൻ. ഇതോടെ വേട്ടക്കുരുമകന്റെ ശക്തി കൂറുംബ്രാതിരിക്ക് ബോധ്യപ്പെടുകയും പ്രത്യേക സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ സ്മരിച്ചുകൊണ്ടാണ്
വേട്ടക്കുരുമകന്റെ തിറയോടനുബന്ധിച്ച് നിരവധി നാളികേരം നിരത്തിവെച്ച് ഉടയ്ക്കുന്നത്. മറ്റുള്ള ഭഗവാന്മാരിൽ നിന്നും ഈശ്വരന്മാരിൽ നിന്നും വേട്ടക്കുരുമകന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സാധിച്ചു കഴിഞ്ഞാലേ ദേവന് വഴിപാട് നൽകേണ്ടതുള്ളൂ. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് സാധിച്ചു കഴിഞ്ഞാൽ ദേവന് നിർബന്ധമായും വഴിപാട് കഴിക്കണം. മനസ്സറിഞ്ഞൊന്ന് വിളിച്ചാൽ ഈ ദേവൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയാറ്. പിതാവായ മഹാദേവനേക്കാളും ക്ഷിപ്രകോപിയാണ് വേട്ടക്കുരുമകൻ. നമ്മൾ എന്തെങ്കിലും തെറ്റു ചെയ്തെങ്കിൽ എത്ര താഴേക്ക് കൊണ്ടിടാനും മടിയില്ലാത്ത ഒരു ദേവനാണ് വേട്ടക്കുരുമകൻ. വേട്ടക്കുരുമകന് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട് കളമെഴുത്തുപാട്ടും 12000 നാളികേരം എറിഞ്ഞിട്ടുള്ള പാട്ടും ഊട്ടുമാണ്. വരുന്ന ജനങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. 12000 നാളികേരം കൊടുക്കുവാൻ കഴിവില്ലാത്തവർ 1000-ഓ 108-ഓ കുറഞ്ഞത് 3 നാളികേരമെങ്കിലും എറിഞ്ഞിട്ടുള്ള പാട്ട് അടിയന്തര പാട്ടായിട്ടും വേട്ടക്കുരുമകനുണ്ട്. വേട്ടക്കുരുമകൻ ദൈവത്തിന്റെ ഐതിഹ്യം പറയുമ്പോൾ വിട്ടുപോകാൻ കഴിയാത്ത ഒരു ദേവനാണ് ഊർപ്പഴശ്ശി ദേവൻ. ആദിലോകത്താദിനാഥൻ വിഷ്ണു ഭഗവാൻ തിരുവടിയും തമ്മരവി പെറ്റമ്മയും തലയിലരിയിട്ട് അനുഗ്രഹിച്ച് കീഴ്ലോകം വാഴ്ചയെല്ലാം ഞാൻ വാണോളാം തമ്മരവി അമ്മേ എന്ന് പറഞ്ഞ് മേക്കിലൂർ മേൽമാടം, കീക്കിലൂർ കീഴ്മാടം, പുഷ്പവള്ളിക്കളരി, മധുരങ്ങോട് മാടം, കുതിരങ്ങോട് ചിറ്റാരി, വയനാട് കോട്ട എന്നിവയ്ക്കധിപനായി പഴനാട്ട് 60 കുറുപ്പന്മാരും 1200 നേർ ചങ്ങാതികളോടും കൂടി ഉദമാന ഊർപ്പഴശ്ശിക്കാവിൽ നിന്ന് പട്ടം കെട്ടി മുടികമേച്ച് ക്ഷത്രിയ രാജാവായി 12 കൊല്ലം വാണ ഭരതനാട്ട വൈദ്യനാഥൻ ഊർപ്പഴശ്ശി ദേവന്റെയും ഏഴകൾക്കെല്ലാം വാഴ്വിന്റെ തോഴിയായ വേട്ടക്കാളി മാതാവിന്റെയും പരിവാരങ്ങളുടെയും ആത്മചൈതന്യം പ്രകാശമാരിച്ചൊരിയുന്ന ഈ സർവാഭിഷ്ടം വരദായകരായ അഭിമാന്യ പ്രഭുക്കന്മാർ ഈ മണ്ണിലെത്തിയതിന് ഒരു കഥയുണ്ട്. മേലൂരെയും കീഴൂരെയും ദേവന്മാരും ആദിദേവൻ വിഷ്ണു ഭഗവാനും കൂടി ചതുരംഗവും ചൂതും കളിക്കുമ്പോൾ മേലൂരിളം തമ്പുരാട്ടി അവിടെ ചെല്ലുകയും കളിയിൽ തന്നെയും കൂട്ടാൻ അപേക്ഷിക്കുകയും ചെയ്തു. അവളുടെ ചതുരംഗ നീക്കങ്ങളിലും ബുദ്ധി സാമർഥ്യത്തിലും സംപ്രീതനായ ഭഗവാൻ എന്തു വരമാണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ടു. രാജ്യം വാഴാൻ തക്കതായ ഒരു പൊന്മകനെ നൽകണമെന്ന് ആ പെൺകുട്ടി വിഷ്ണു ഭഗവാനോട് അപേക്ഷിച്ചു. അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ അവളെ അനുഗ്രഹിച്ചു. അങ്ങനെ വയറ്റകത്ത് പ്രസാദം ലഭിച്ച അവൾ തന്റെ കോട്ടയായ മേലൂർ കോട്ടയിലേക്ക് തിരിച്ചുപോയി. ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ ദിവ്യ തേജസ്സോടുകൂടി ഒരു പൊന്മകൻ പിറന്നു. ജനനം മുതൽ തന്നെ ദിവ്യാത്ഭുത ശക്തികൾ പ്രകടിപ്പിക്കുവാൻ തുടങ്ങിയ അവൻ പാലുകാച്ചി കുടിക്കുവാൻ പാലു നൽകാതിരുന്ന ചീരുവമ്മ ഒരു നാൾ കള്ളത്തരം കാട്ടിയപ്പോഴും ആഭരണം ഉണ്ടാക്കുന്നതിൽ നിന്ന് തട്ടാൻ സ്വർണം മാറ്റിയപ്പോഴും ദേരപ്പൻ അവരെ ശിക്ഷിച്ചു. ഇതേക്കുറിച്ച് ചോദിച്ച അമ്മയ്ക്കു നേരെ കടാരെറിയാനും ദേരപ്പൻ തയ്യാറായി. പക്ഷെ ചിത്രത്തൂൺ മറഞ്ഞു നിന്നതിനാൽ അമ്മ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ തനിക്ക് അവകാശപ്പെട്ട അംഗവും ചുങ്കവും കൈയടക്കി വച്ചിരുന്നവരെല്ലാം ദേരപ്പൻ കടാര തറച്ചു കൊന്നു. അങ്ങനെ 36 വയസ്സ് പിന്നിടുമ്പോഴേക്കും 64 കൊലപാതകം ചെയ്ത് വീരനായി വാഴ്ത്തപ്പെട്ടു. പിന്നീട് ദേരപ്പനെ പെറ്റമ്മയും വിഷ്ണു ഭഗവാനും അരിയിട്ട് വാഴ്ത്തിച്ചു. അമ്മയുടെ അനുഗ്രഹത്തോടെയും പഴനാട്ടെ 60 കുറുപ്പന്മാരുടെയും അകമ്പടിയോടെ ഊർപ്പഴശ്ശിക്കാവിൽ പട്ടം കെട്ടി കിരീടം ചൂടി ദേരപ്പൻ ഒരു വ്യാഴവട്ടക്കാലം നാട് ഭരിച്ചു. പിന്നീട് മേലൂർ കോട്ട, മേക്കിലൂർ മേൽമാടം, കീക്കിലൂർ കീഴ്മാടം, പുഷ്പവള്ളിക്കളരി, മധുരങ്ങോട് മാടം, കുതിരങ്ങോട് ചിറ്റാരി, വയനാട് കോട്ട എന്നിവയ്ക്കധിപനായി 12 കൊല്ലം വാണു. ഏറ്റവും കൂടുതൽ കാലം ഊർപ്പഴശ്ശിക്കാവിൽ നിന്നതിനാലാണ് ഊർപ്പഴശ്ശി ദൈവം എന്ന പേര് വന്നത്. പിന്നീട് നാട്ടിൽ നിന്ന് പുറത്തു പോകുവാൻ തീരുമാനിച്ച് തനിക്ക് കൂട്ടായി നല്ലൊരു ചങ്ങാതി വേണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വേട്ടക്കുരുമകനെ കുറിച്ച് കേട്ടത്. എന്തുകൊണ്ടും കൂടെ കൂട്ടുവാൻ പറ്റിയ ചങ്ങാതി. കാണുവാൻ പോയപ്പോൾ വടക്കേ പടിക്കൊട്ടിലയിൽ വെള്ളയും കരിമ്പടവും വിരിച്ച് വഴക്കോല സ്ഥാനം വഹിക്കുകയായിരുന്നു വേട്ടക്കുരുമകൻ. ഊർപ്പഴശ്ശിയെ കണ്ടപ്പോൾ ദേവൻ ഇരിക്കുവാൻ പറഞ്ഞു. പിന്നെ അവർ കാര്യം ധരിപ്പിച്ചു. ഇരുവരും ഒന്നിച്ച് സഞ്ചരിക്കുവാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് 2 പേരും സഖ്യം ചെയ്തു. മേലാൽ ഇരുവരും ഉറ്റ ചങ്ങാതിമാരായിരിക്കും. 2 കിട്ടിയാൽ 1, 1 കിട്ടിയാൽ അരമുറി, എന്തും ഏതും സമമായി വീതിക്കാമെന്നും തീരുമാനിച്ചു.
വാരിക്കടത്തലയും ചൂരപ്പലിശയും വേട്ടക്കുരുമകനും വലതു കൈയിൽ ഔഷധവും ഇടതു കൈയിൽ ആയുധവുമായി ഊർപ്പഴശ്ശിയും യാത്ര തിരിച്ചു. എവിടെ നിന്നാലും മേൽമാടവും ഭണ്ഡാരവും വേട്ടക്കുരുമകനും, കീഴ്മാടത്തിങ്കൽ പൂവും നീരും ഊർപ്പഴശ്ശിക്കും, കൂറ്റയും വെടിയും ഉച്ചവെള്ളാട്ടവും സംക്രാന്തിയും ഇരുവരും തുല്യമായി സ്വീകരിച്ചു. അങ്ങനെ ഇരുവരും തെക്കുനിന്ന് വടക്കോട്ടേക്ക് കൈയെടുത്തു. അങ്ങനെ സഞ്ചരിച്ച് അഗസ്ത്യമുനിയുടെ തപശക്തിയാൽ അനുഗ്രഹീതമായ പെരിഞ്ചല്ലൂർ ഗ്രാമഭൂമിയിലെത്തി. അവിടെ വെച്ച് രാജരാജേഷൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന പിതാവായ മഹാദേവനെ തൊഴുത് പല ദേശങ്ങളും താണ്ടി 11 കുന്നുകളാലും 101,000 വിത്തിന്റെ നിലങ്ങളാലും സമ്പൽ സമൃദ്ധമായ പന്നിയൂർ ദേശത്തെത്തുകയും തെക്ക് വടക്കായി ഒഴുകുന്ന പുഴയുടെ അരികിലുള്ള ഈ പുണ്യഭൂമിയിൽ വേട്ടക്കുരുമകനും ഊർപ്പഴശ്ശിയും എത്തി എന്നാണ് ഐതിഹ്യം. പിന്നീട് വീരശൂരപരാക്രമിയായ ആ ശിവവിഭൂതിയെ ഭാവത്തിനൊത്ത രൂപത്തിൽ ത്രയായി കൊണ്ടാടുന്ന പവിത്ര സന്നിധിയാണിത്. പീലിമുടി ശിരോലങ്കാരമാക്കി കട്ടാരം പുള്ളി മുഖത്തെഴുത്തും കരിയും താടിയും മീശയുമായി അടുക്കും ഞാലിയും ചേർന്ന ഉടുപ്പോടെ പ്രസിയും പരാക്രമവും മുറയുന്ന മുഖത്തോടെ നടനമാടുന്ന വേട്ടക്കുരുമകൻ ഈശ്വരനോടൊപ്പം നീലമാല, പച്ചമാല, പവിഴമാല, നിറം പെരിയ ചൊട്ടവട്ട കട്ടാരം, പീലിമുടി ആവരണമണിഞ്ഞതിന്റെ അകമലരും പുറവടിയും കുടിലം നോക്കും മാരിയെന്ന മഹാവ്യാധിയൊക്കെ ഒഴിച്ച കാലക്കാല പെരുമാക്കളെ ഗുണവാൻ ഊർപ്പഴശ്ശി ദേവന്റെയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു.